എവിടുന്നോ വഴി തെറ്റിയിട്ടുണ്ട്. ആ ഇവിടെ താഴെ നിന്ന് വഴി തെറ്റി. रास्ता बाइक वहां से बाइक फिर ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മറ്റൊരു ദിവസത്തേക്ക് സ്വാഗതം. യാത്രയുടെ അവസാന ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. അവസാന ദിവസമല്ല, അവസാനത്തെ ആഴ്ചയാണ്. ഇനി ഏതാണ്ട് മിക്കവാറും വെള്ളി ശനി, ഇന്ന് ഞായറാണ്. വെള്ളി ശനിയോടെ വീട്ടിലെത്തും, അതാണ് പ്രതീക്ഷ. ഉണ്ടല്ലേ, എല്ലാവർക്കും ഫുൾ പാടങ്ങളാണ്. ഗ്രാമമാണ്, അടിപൊളി സ്ഥലം. എല്ലാം റെഡിയായി, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ആ ഗിഫ്റ്റ് ബാഗ് മാത്രമേ പാക്ക് ചെയ്യേണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം താഴത്തിനുണ്ട്. ഇനി 2 ബോട്ടിൽ വെള്ളവും കൂടി ഒന്ന് കുപ്പിയിലാക്കാം. ഇവിടുത്തെ പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളം തീരെ ക്ലീനല്ല. ഒരു ഫിൽറ്ററൊന്നും ക്ലീൻ ചെയ്യാണ്ടാണ് അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നീങ്ങാണ് ടു പുരി. വഴി തെറ്റിയോന്ന് തോന്നുന്നുണ്ട്. എവിടുന്നോ വഴി തെറ്റിയിട്ടുണ്ട്. ആ ഇവിടെ താഴെ നിന്ന് വഴി തെറ്റി. ചെറുതായിട്ട് വഴി തെറ്റിയ പോലെ ഇതുണ്ട്. സൈഡാക്കാം, പുറത്തിറങ്ങി സൈഡാക്കാം. ഇവിടെ ചോദിച്ചു നോക്കാം അല്ലേ. कोलकाता बाइक कोलकाता कैसे जाओ फिर? ये वाला रास्ता बाइक वहाँ से बाइक फिर कोलकाता कैसे जाओ? वहाँ से पूरी जाना है हमको। कोलकाता से पूरी जाना है। ओडिशा में पूरी है ना, कोलकाता से जाना है। कोलकाता से जाना है हाँ।
കൊൽക്കത്തയിലേക്ക് ഇനി ഒരു 70 കിലോമീറ്ററോളം കൊൽക്കത്തയിലേക്കുണ്ട്. ഹൗറ ബ്രിഡ്ജ് വഴി മിക്കവാറും നമ്മൾ എന്ത് ചെയ്യും, പുരിയിലേക്ക് പോകും നമ്മൾ. ഇപ്പോൾ NH-19 കയറണം. ഇവിടെ ഇത് കൊൽക്കത്തയിൽ നിന്ന് ഇത്രയും ദൂരമുള്ള ഒരു ചെറിയൊരു പട്ടണം. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ കൊൽക്കത്ത എങ്ങനെ ആവും? നമുക്ക് ഇവിടെ ഇരുന്നാലോ, പുറത്തിരുന്നാലോ? കാത്തിരിക്കല്ലേ? അങ്ങനെ ചായ കഴിച്ചു. ചായക്ക് ശേഷം ഇതാ ചോള ഭട്ടൂര. അവര് ഹാർലി ടീമാണ്, അവരുടെ ബൈക്കാണിത്. പിന്നെ ചോള ഭട്ടൂര കഴിക്കട്ടെ, കുഴപ്പമില്ല. എണ്ണ കുറവല്ല. എങ്ങനെയുണ്ടാ? ടേസ്റ്റ് ഉണ്ടോ? ഇതാണ് നമ്മുടെ കൊൽക്കത്തയ്ക്ക് ഉള്ള ഹൈവേ. ഇതേ ഹൈവേ ആണ് പുരിക്കും പോകുന്നത്. എവിടെയോ ഒരു ചെറിയ ഡൈവേർഷൻ ഉണ്ട്, അതല്ലാണ്ട് ഭൂരിഭാഗം ഇതേ ഹൈവേ തന്നെയാണ് പോകുന്നത്. സ്റ്റൂ കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റ് കഴിച്ച് നമ്മൾ തിരികെ NH-19 കയറാണ്. പുരി, അതാണ് ലക്ഷ്യം. നല്ല ഹൈവേ ആണ്. ഞങ്ങൾ ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല രീതിയിലാണ് വിട്ടത്. നല്ല രീതി എന്ന് പറയുമ്പോൾ 100ൻ്റെ മുകളിലായിരുന്നു നമ്മുടെ സ്പീഡ് ഈ ഹൈവേ കയറിയതിന് ശേഷം. കൊൽക്കത്തയിലേക്ക് ഇനി വെറും 20 കിലോമീറ്ററും കൂടി. മിക്കവാറും ഇതാവും നമ്മളുടെ കൊൽക്കത്തയ്ക്ക് മുന്നേയുള്ള അവസാനത്തെ ടോൾ ഗേറ്റ്. അടിപൊളി റോഡായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. പെട്ടെന്ന് നമ്മൾ ആ 1 മണിക്കൂർ ഗ്യാപ്പ് എടുത്ത ബ്രേക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ പെട്ടെന്ന് കവർ ചെയ്തു. വിചാരിച്ചതിനെക്കാട്ടി നല്ല റോഡാട്ടോ. റോഡിൻ്റെ 2 സൈഡിലും ഭയങ്കര വലിയ ഫാക്ടറീസാണ്. ഇപ്പോൾ ഏതൊരു ടൗൺ, ചെറിയൊരു ടൗൺ എത്തിയിട്ടുണ്ട്. കൊൽക്കത്ത ആവാതെ ഇരുന്നാൽ മതി. കൊൽക്കത്തയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ സിഗ്നലൊക്കെ ഉണ്ട്, ട്രാഫിക്കും ചെറുതായി തുടങ്ങി. പക്ഷെ റോഡ് സൂപ്പറാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതാണ് രണ്ടാമത്തെ ടോള് കഴിഞ്ഞ് റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഹെവി ട്രാഫിക് ഒന്നുമില്ല, പക്ഷേ അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് വണ്ടി പെട്ടെന്നൊക്കെ കയറി വരും. അതുകൊണ്ട് ഇതേപോലത്തെ എക്സിറ്റിൽ നിന്ന് വണ്ടികൾ പോവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻട്രി ഉണ്ട് ഇവിടെ റോഡിലേക്ക്. പെട്ടെന്ന് വണ്ടികൾ കയറി വരും. ബൈക്കുകാരാണ് ഏറ്റവും വലിയ ചൊറ. പിന്നെ ഇതുപോലത്തെ ഈ മിനി ബസ്സുകളും അവർ ഭയങ്കര സ്പീഡിൽ ഇവിടുന്ന് വണ്ടി ഓടിക്കുക, അടുത്ത് വന്നിട്ടൊക്കെ ഹോൺ അടിക്കുക, പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യുക, പെട്ടെന്ന് ട്രാക്ക് മാറ്റുക. ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ റൂട്ടിൽ വണ്ടി ഓടിക്കാൻ. പിന്നെ റോഡ് ഇപ്പോൾ തിരക്കേടൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ചില ഏരിയയിൽ ഒരു സ്ലോപ്പ് മാതിരി ഹെവി വണ്ടി പോയിട്ട് മെയിൻ്റനൻസ് ഇച്ചിരി കുറവാണ്, അതുകൊണ്ടായിരിക്കും. കുട്ടികൾ ഇതേ നോക്കിയ വണ്ടിയിൽ കുട്ടികൾ ഈ ഹൈവേയിൽ ഇങ്ങനെ കുറേ നേരം പോയി ഇതേപോലെ കുട്ടികളൊക്കെ നമ്മൾ നോക്കി ചിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടിയിൽ, അതായത് മുന്നിലത്തെ വണ്ടിയിലെ കുട്ടിയുടെ ബാക്കിലൊക്കെ ഇതേപോലെ ചിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഒന്നുകൂടെ. അതുപോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ മറന്നു പോകും. ഈ വണ്ടി ഇത്രയും നേരം എൻ്റെ പിന്നാലെ ഹോണടിച്ച് വന്ന് നോക്കിയ നല്ല റോഡ് ഇട്ട് പല സ്ലോവും ചെയ്തു കൊള്ളാലോ. കൺവേർട്ടബിൾ E400 Benz ECD
ഖൊരഗ്പൂർ എത്താറായി. ഖൊരഗ്പൂരിൽ നിന്ന് നമ്മൾ ഖൊരഗ്പൂറാണോ അറിയില്ല, കാരണം ആ ഭാഗത്തു നിന്നാണ് ഒഡീഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഒഡീഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ ഈ സമയമാകുമ്പോഴേക്കും ഏതാണ്ട് ഒരു 300 കിലോമീറ്ററോളം നമ്മൾ 250-300 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിരുന്നു. കമ്പാരിറ്റീവ്ലി ഇന്ന് വളരെ നല്ല റോഡാണ്, പക്ഷേ ട്രാഫിക്കാണ്, ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഉണ്ടൻ ട്രാഫിക്. നല്ല ട്രാഫിക് ഉണ്ട്, സിഗ്നലുണ്ട് ഇവിടെ. ആണ് ഇന്ന് മെയിനായിട്ട് സ്പീഡ് കുറയാൻ കാരണം. ഏതാണ്ട് 700 കിലോമീറ്റർ ഇന്നും കവർ ചെയ്യാനുണ്ട്. പരമാവധി പിടിക്കാം. ഇത് കൊള്ളാലോ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം പോലെ. അങ്ങനെ 46 ദിവസങ്ങൾക്ക് ശേഷം ചോറ്, നമ്മളെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണം. എങ്ങനത്തൊക്കെ ചോറ് ഇപ്പോഴാണ് കാണുന്നത്. അവിടെയൊക്കെ വേറൊരു അരിയാണ് കണ്ട, തോരൻ, സൗത്ത് ഇന്ത്യൻ കംപ്ലീറ്റ്. ഇതും പരിപ്പും ചപ്പാത്തിയും. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിക്കട്ടെ. ഞാനും ഇതും കുളിച്ച് ഭക്ഷണത്തിനായിട്ട് പോവുകയാണ്. അപ്പോൾ അല്ലേ, വളരെ ചെറിയ റൂം, AC ഉണ്ട്, പക്ഷേ വർക്ക് ചെയ്യില്ല. 1000 റുപ്യ അറിഞ്ഞു, 900 റുപ്യ കിട്ടി. നല്ല മഴയുണ്ട് പുറത്ത്. ഭുവനേശ്വറാണ്, പുരിയിൽ നിന്നും 70 കിലോമീറ്റർ മുന്നിൽ. നാളെ വിശാഖപട്ടണം കഴിഞ്ഞ് പിടിക്കണം. ചെന്നൈ ആണ് മറ്റന്നാളെ പരമാവധി പിടിക്കണം. 1300 കിലോമീറ്റർ അടുത്തുണ്ട് ഇവിടുന്ന് ചെന്നൈ. ഇതാണ് ഇവിടുത്തെ കൂളർ. വെള്ളത്തിൻ്റെ നല്ല തണുത്ത വെള്ളം ഇവിടുന്ന് കിട്ടും. വല്ലാത്തൊരു ചൊയുണ്ട് വെള്ളത്തിന്. എന്താ മഴ പെയ്യുണ്ട് കേട്ടില്ല, നല്ല മഴയാണ്. നമ്മൾ താമസിക്കുന്ന ഈ ഒരു ബിൽഡിങ് ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഒരുപാട് ചിത്രങ്ങളുണ്ട് ഈ ബിൽഡിങ്ങിൽ. നമ്മുടെ താമസിക്കുന്ന ബിൽഡിങ്ങിന് ചുറ്റും അകത്ത് ചുറ്റും ഇതുപോലത്തെ ഒരുപാട് കലാവിരുദ്ധകളുണ്ട്. ഒരുപാട് ഇതേപോലത്തെ. ഇതാണ് നമ്മളെ ബൈക്ക് രണ്ടും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുകൂടിയും എൻ്റെയും ബൈക്ക് കൂടിയാണ് പാർക്ക് ചെയ്തേക്കാണ്. സൈഡ് ഉണ്ടല്ലേ, ഒരുപാട് ചിത്രങ്ങളൊക്കെ ഇവിടുത്തെ ടൂറിസം, പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൻ്റെ ഒക്കെ ചിത്രങ്ങളാണ് അവിടെ ഉള്ളത് മൊത്തം. നല്ല മഴ. ഭക്ഷണം കഴിച്ചു, റൂമിലേക്ക് എത്തി. ചിക്കൻ കോലാപ്പൂരിയും തന്തൂർ റൊട്ടിയും രണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പം തിരിച്ച് റൂമിലെത്തി ഉറങ്ങണം. നാളെ
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെന്നൈ ലക്ഷദ്വീപ് നീങ്ങും. മറ്റന്നാളെ മധുര എത്തണം. അതിന് തൊട്ടപ്പുറത്തെ ദിവസം കന്യാകുമാരി. അപ്പോൾ ശരി, ഇനി ഗുഡ് നൈറ്റ്. നാളെ കാണാം രാവിലെ.